സഭയിൽ വീണ്ടും പ്രതിപക്ഷം ആഞ്ഞടിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുമ്പോൾ ബ്രൂവറി വിവാദത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലക്കാട് കഞ്ചിക്കോട്ടെ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രതിപക്ഷം. എക്സൈസ് മന്ത്രി എം പി രാജേഷിനെതിരെ നിയമസഭയിൽ അഴിമതി ആരോപണം തന്നെ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് പരാതി എഴുതി നൽകുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ അസംബ്ലിയിൽ എൻ്റെ പ്രസംഗത്തിൽ ഉന്നയിക്കുന്നു. എൻ്റെ വിശദാംശങ്ങൾ അന്നേരം അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അതൊന്നും വെളിയിൽ ഇപ്പോൾ പറയാൻ പാടില്ലാത്തതാണ് സ്പീക്കർ നിയമസഭാ ചട്ടങ്ങളനുസരിച്ച്. അതെ, എന്നാൽ CPM പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുകയാണ്. അതുകൊണ്ട് ഈ ആരോപണങ്ങൾക്ക് ഉത്തരം പറയേണ്ട മന്ത്രി ഇന്നോ നാളെയും സഭയിൽ എത്തില്ല. എം പി രാജേഷ് സഭയിൽ ഉണ്ടാവില്ല. PPE കിറ്റ് വാങ്ങിയതിലെ ക്രമക്കേട് സംബന്ധിച്ച C&AG റിപ്പോർട്ടും ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചേക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇതിനിടെ സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് റൂൾ 50 നോട്ടീസായി സഭയിൽ ഉന്നയിക്കാനും പ്രതിപക്ഷ നീക്കമുണ്ട്. സഭയിൽ നിന്ന് VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ട് ചെറിയ വിമർശനങ്ങളോ ആരോപണങ്ങളോ അല്ല ഉണ്ടാകുന്നതെന്ന് വ്യക്തമായിട്ട് അറിയുന്ന സർക്കാർ ഇതെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയ സർക്കാർ CPI പോലും ഒരു അതൃപ്തി ഇതിനകത്ത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രകടിപ്പിക്കുമ്പോഴും എക്സൈസ് മന്ത്രി ഈ വിഷയത്തിനകത്ത് തുടർന്ന് എടുത്തു വരുന്ന നിലപാട് ആത്മവിശ്വാസത്തിൻ്റെതാണ്. അതായത് ഇങ്ങനെ ഒരു അഴിമതി ആരോപണവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം എക്സൈസ് വകുപ്പിനുണ്ട്, സർക്കാരിനുണ്ട്. അത് മുന്നിൽ നിർത്തിക്കൊണ്ട് എലപ്പുള്ളി പഞ്ചായത്ത് നടത്തുന്ന പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഹൈലൈറ്റ് നൽകിക്കൊണ്ടുള്ള ആരോപണങ്ങളിലേക്ക് കടക്കുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറിലെല്ലാം പ്രതിപക്ഷം. ഏത് തരത്തിലാണ് ഈ അഴിമതി ഒരു വിത്ത് പ്രൂഫോടുകൂടി ആയുധമാക്കി മുന്നോട്ട് വെക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുക? എന്താണ് പ്രതിപക്ഷത്തിന്റെ ഒരു കോൺഫിഡൻസ്? സഭയിൽ ഇത്തരത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കണമെങ്കിൽ സ്പീക്കർക്ക് എഴുതി നൽകണം. ബന്ധപ്പെട്ട ആളാരാണോ, മന്ത്രിയാണെങ്കിലും MLA ആണെങ്കിലും അദ്ദേഹത്തിന് കൂടി മറുപടി പറയാൻ തക്ക വിധത്തിൽ അറിയിപ്പോടുകൂടി വേണം ഈ ആരോപണങ്ങൾ സഭയിൽ വരേണ്ടത്. ആ ചട്ടമനുസരിച്ചാണ് MP രാജേഷിനെതിരെ, എക്സൈസ് മന്ത്രിക്കെതിരെ രമേശ് ചെന്നിത്തല അഴിമതി ആരോപണം UDF-ന്റെ തീരുമാനപ്രകാരം എഴുതി നൽകിയത്. ഇന്ന് അദ്ദേഹത്തെ നന്ദിപ്രമേയ ചർച്ചയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം അത് ഇവിടെ ഉന്നയിക്കുകയും ചെയ്യും. പക്ഷേ നേരത്തെ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുക, ആരോപണം ഉയർന്നത് മുതൽ സഭയിൽ കാണാം, നിയമസഭയിൽ കാണാം, അവിടെ മറുപടി പറയാമെന്ന വെല്ലുവിളിയാണ് എക്സൈസ് മന്ത്രി MP രാജേഷ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ, ആരോപണത്തിന് മറുപടി പറയാൻ അദ്ദേഹം ഇന്ന് സഭയിൽ ഉണ്ടാകില്ല, നാളെയും ഉണ്ടാകില്ല. അദ്ദേഹം CPM-ന്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. ഇന്നലെയും അദ്ദേഹം സഭയിൽ ഹാജരായിരുന്നില്ല. സമ്മേളന ശേഷം മാത്രമേ, അതായത് ഈ നാളെ സഭ കഴിഞ്ഞാൽ 7-ാം തീയതി മാത്രമാണ് വീണ്ടും ബജറ്റ് സമ്മേളനത്തിനായി സഭ ചേരുക. അപ്പോൾ മാത്രമാകും മന്ത്രിക്ക് വിഷയത്തിന് മറുപടി പറയാൻ കഴിയുക. പക്ഷേ സ്വാഭാവികമായും ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ സഭയിൽ സംസാരിക്കുകയാണ്. അത് അദ്ദേഹം മണിയാർ ജലവൈദ്യുതി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് സഭയിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ സബ്മിഷൻ നേരത്തെ വിഷയത്തിൽ അദ്ദേഹം സഭയിൽ അനുവദിച്ചിരുന്നു. അതാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത്. അല്പസമയത്തിനകം ഈ റൂൾ 50 നോട്ടീസിലേക്ക് സഭ കടക്കും. ഏതായാലും ഈ ആരോപണം സഭയിൽ വരുമ്പോൾ മറുപടി പറയാൻ MP രാജേഷ് ഉണ്ടാകില്ല. പക്ഷേ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറയും. അപ്പോൾ സ്വാഭാവികമായും ഈ ചർച്ചയിൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾക്കെല്ലാം അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട്. അവിടെ ഈ ബ്രൂവറി ആരോപണത്തിലും അദ്ദേഹം മറുപടി പറഞ്ഞേക്കും. ഏതായാലും പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച എക്സൈസ് മന്ത്രി ഈ ആരോപണം സഭയിൽ വരുമ്പോൾ സഭയിൽ ഉണ്ടാകില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം റൂൾ 50 നോട്ടീസ് സഭ പരിഗണിക്കും. അരുൺ, MP രാജേഷ് ഇതിനകത്ത് മാധ്യമങ്ങളോട് മുൻപും പറയുന്നത് സബ്മിഷനായിട്ടല്ല ഉന്നയിക്കേണ്ടത്, കൃത്യമായിട്ടുള്ള അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ അടിയന്തര പ്രമേയമായിട്ട് അത് കൊണ്ടുവരാനുള്ള ആത്മവിശ്വാസം എന്തുകൊണ്ട് കാണുന്നില്ല പ്രതിപക്ഷത്തിന് എന്നുള്ളൊരു ചോദ്യം പലതവണയായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അക്കമിട്ടുകൊണ്ട് ഒയാസിസ് കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ടെൻഡർ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഷോർട്ട് ലിസ്റ്റിലുള്ള കമ്പനിയാണ് എന്ന ഒരു വാദമൊക്കെ മുന്നിൽ ഉയർത്തിക്കൊണ്ടാണ്. ഇത് അഴിമതി ആരോപണമാണെങ്കിൽ അത് ഏത് തരത്തിൽ, അതല്ല പ്ലാച്ചിമടയിൽ സമരം നടത്തിയ നാട്ടുകാർക്കെതിരെ നടത്തുന്ന ജനകീയ ഇടപെടൽ, അത് ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയി സർക്കാരിനെ ആക്രമിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ? പ്രതിപക്ഷം ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഏത് തലത്തിലാണ്?
അഴിമതി ആരോപണമായി തന്നെയാണ് വിഷയം ഇന്ന് സഭയിൽ രമേശ് ചെന്നിത്തല ഉന്നയിക്കാൻ പോകുന്നത്. സ്പീക്കർക്ക് നൽകിയ കത്തിലും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കത്തിന്റെ പകർപ്പ് ബന്ധപ്പെട്ട മന്ത്രിക്കും സ്പീക്കറുടെ ഓഫീസ് കൈമാറും. അഴിമതി ആരോപണമായി, അതായത് ഈ 99-ലെ നയനാ സർക്കാരിന്റെ കാലത്താണ് സംസ്ഥാനത്തിന് ഡിസ്റ്റിലറികൾ വേണ്ട എന്നൊരു നയം മദ്യനയത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നത്. അത് പിന്നീട് മാറ്റിയിട്ടില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പക്ഷേ സർക്കാർ പറയുന്നത് കഴിഞ്ഞ മുൻവർഷത്തെ മദ്യനയത്തിൽ തന്നെ സംസ്ഥാനത്ത് മദ്യനിർമ്മാണം ആരംഭിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. മദ്യം ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതിയടക്കമുള്ള തീരുമാനം സർക്കാർ എടുത്തിരുന്നു. അതിന്റെ ഭാഗമാണ് ഇവിടെ ബ്രുവറി അനുവദിക്കാനുള്ള തീരുമാനം. അത് പ്രാരംഭ അനുമതി മാത്രമാണ്. ഇനിയും നിരവധി കടമ്പകൾ കമ്പനിക്ക് കടക്കേണ്ടതുണ്ട്. പരിസ്ഥിതി, ജലദൂഷണം അടക്കമുള്ള പ്രശ്നങ്ങളിൽ പഞ്ചായത്തിന്റെ അനുമതിയും മറ്റ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അനുമതിയും ഒക്കെ വിഷയത്തിന് വേണ്ടിവരും. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാനിരിക്കുന്നേ ഉള്ളൂ. അതൊക്കെ കമ്പനിയുടെ ബാധ്യതയാണ്. ഇതൊരു പ്രാരംഭ അനുമതി മാത്രമാണ്. അത് ഒട്ടും സുതാര്യമല്ലെന്ന് പ്രതിപക്ഷം പറയുമ്പോഴും പൂർണ്ണമായും സുതാര്യമായ നടപടിക്രമമാണ് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. അഴിമതി ആരോപണം വിഷയം ഉന്നയിക്കപ്പെടുന്നു. അത് ഇത്തരമൊരു വിഷയം നേരിട്ട് അടിയന്തര പ്രമേയ നോട്ടീസ്, റൂൾ 50 നോട്ടീസായി സഭയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല. അതുകൊണ്ടാണ് അവർ ഈ സഭാചട്ടം അനുസരിച്ച് അഴിമതി ആരോപണമായി തന്നെ വിഷയം കൊണ്ടുവരാൻ തീരുമാനമെടുത്തത്. അതാണ് ഇന്ന്, ആ നടപടിക്രമമാണ് ഇന്ന് സഭയിൽ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നേരത്തെ UDF-ന്റെ നിയമസഭാ കക്ഷി യോഗമാണ് ഇത്തരത്തിൽ ഈ വിഷയത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ രമേശ് ചെന്നിത്തലയെ ചുമതലപ്പെടുത്തിയത്. മറ്റാരും അതിനു മുമ്പ് വിഷയം സഭയിൽ അവതരിപ്പിക്കുന്ന നിർദ്ദേശവും UDF നേതൃത്വം MLA-മാർക്ക് നൽകിയിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ട് ഇന്നലെ തന്നെ വിഷയം സഭയിൽ ഉന്നയിക്കപ്പെട്ടു. അത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായ, മുതിർന്ന MLA കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ബ്രുവറി വിഷയം ഇന്നലെ സഭയിൽ ഉയർത്തിയത്. അത് UDF-ന്റെ തീരുമാനത്തിന് വിരുദ്ധമായിരുന്നു. പക്ഷേ അതിനുശേഷവും ഈ ആരോപണം ചട്ടപ്രകാരം ഉന്നയിക്കാൻ തീരുമാനവുമായി രമേശ് ചെന്നിത്തല മുന്നോട്ട് പോവുകയായിരുന്നു. അദ്ദേഹം അതിനനുസരിച്ചാണ് ഇന്ന് എഴുതി നൽകിയത്. പഞ്ചായത്തിന്റെ അനുമതി തേടിയിട്ടില്ല. ഒരു കമ്പനി മാത്രമാണ് ഈ അപേക്ഷയുമായി എത്തിയെന്ന് സർക്കാർ പറയുമ്പോൾ അതിൽ തന്നെ വലിയ ദുരൂഹതയുണ്ട്. പ്രത്യേകിച്ചും മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന കമ്പനി പഞ്ചാബിൽ സർക്കാർ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയ ഒരു കമ്പനി, എങ്ങനെയാണ് ഈ കമ്പനി മാത്രം ഇങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുത്തത്? 2022 മുതൽ ഈ കമ്പനി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ്. എക്സൈസ് കമ്മീഷണറെയും സർക്കാരിനെയും ഒക്കെ നിരന്തരം സമീപിച്ചിരുന്നു, കത്ത് നൽകിയത്. എങ്ങനെയാണ് ഈ കമ്പനി മാത്രം ഇതറിഞ്ഞത്? സംസ്ഥാനത്തെ മറ്റ് ഡിസ്റ്റിലറികൾ, രാജ്യത്തെ മറ്റ് ഡിസ്റ്റിലറികൾ, മദ്യനിർമ്മാണ കമ്പനി ഉടമകൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഈ കമ്പനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ചട്ടമാണോ? ഇതിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഈ സർക്കാർ ഉത്തരവിലെ ബ്രുവറി തുടങ്ങാനുള്ള അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിലെ വാചകങ്ങൾ കാണുമ്പോൾ ഈ കമ്പനിയുടെ ജനറൽ മാനേജറാണോ ഇത് എഴുതി കൊടുത്തത് എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇതിലുള്ളതെന്ന് പരിഹസിച്ചാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ